മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആണ്. റോന്ത് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഈ സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഷാഹി കബീറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോലീസ് സ്റ്റോറികളുടെ ഒരു ഉസ്താദ് എന്നാണ് നമുക്ക് പറയാം. അദ്ദേഹം ഒരു പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ വെച്ചും അല്ലാതെയുള്ള അറിവ് വെച്ചുമാണ് അദ്ദേഹം സിനിമകളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത പടങ്ങളെല്ലാം വേറെ ലെവലിലുള്ള പടങ്ങളാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ആ സിനിമയുടെ ലെവൽ നമുക്കറിയാം. പിന്നെ നായാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചിത്രമായിരുന്നു ഈ റോന്ത് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയും അതേപോലെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. നൈറ്റ് പെട്രോളിംഗ് നടക്കുന്ന പോലീസുകാർ. അപ്പോൾ അവരുടെ നമ്മുടെ റോഷൻ മാത്യുവും അതേപോലെ തന്നെ ദിലീഷ് പോത്തിനുമാണ് പോലീസായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവർ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഇവർ ഒറിജിനൽ പോലീസുകാരാണെന്ന് തോന്നിപ്പോൾ ആ ഒരു രീതിക്കാണ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നതും ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നതും. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടേക്കുന്ന പോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെ ഒരു ക്രൈം ത്രില്ലറെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊരു ത്രില്ലർ ചിത്രം തന്നെയാണ്. ഒരു നല്ല രീതിക്ക് തന്നെ ഒരു സാധാരണ രണ്ട് പോലീസുകാരെ ഒരു അന്വേഷണത്തിനിടെ ഇറങ്ങുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ പോലീസുകാരുടെ ഒരു കഷ്ടപ്പാടൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ എല്ലാ സിനിമകളിൽ പോലെ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് മനസ്സൊന്ന് ഇടറുന്ന രീതിക്കത്തെ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് സിനിമയിൽ ഉള്ളത്. എന്തായാലും നല്ല രീതിക്ക് തന്നെ ഈ സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫി നോക്കുവാണെങ്കിൽ എല്ലാം മികച്ച സിനിമകളാണ്. അപ്പോൾ ആ സിനിമയുടെ ലിസ്റ്റിലോട്ട് വെക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് റോന്ത് എന്ന് പറയുന്ന സിനിമ. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ റോഷൻ മാത്യുവിൻ്റെ ആണെങ്കിലും ദിലീഷ് പോത്തിൻ്റെ ആണെങ്കിലും കിടിലം പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസ്, ഡയറക്ഷൻ, ബാക്കി റൈറ്റിംഗ് എല്ലാം കിടിലായിട്ട് വന്നൊരു സിനിമയാണിത്. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ചിത്രം. എന്തായാലും നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വെർത്തായിട്ടുള്ള ഫിലിമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.